ഹോണറിൻ്റെ ഹോണർ 90 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹോണർ 90 സീരീസിൽ 2 ഫോണുകൾ വരുന്നുണ്ട്. ഹോണർ 90യും അതുപോലെ തന്നെ ഹോണർ 90 പ്രോയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ 90 സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ 90യിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 90 പ്രോയിലോട്ട് വരുമ്പം കുറച്ചും കൂടി വലിയ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഫോണുകളിലും OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കളേഴ്സൊക്കെ ഈ ഫോണുകളിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം വരുന്നത് ഹോണർ 90യിൽ സിംഗിൾ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് ഫോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. എന്നാൽ 90 പ്രോയിലോട്ട് വരുമ്പോൾ ഡ്യുവൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സെൽഫി ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്യുവൽ പഞ്ചോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെയാണ്. ഈ 2 ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ 2 ഫോണുകളിലും 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 2 ഫോണുകളിലും അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ 2 ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഹോണർ 90യുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 183 ഗ്രാമാണ്. 90 പ്രോയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 192 ഗ്രാമാണ്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ 90യുടെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. 90 പ്രോയുടെ തിക്നെസ് വരുന്നത് 8.1 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹോണർ 90യിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 90 പ്രോയിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഹോണർ 90 എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 29,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 1 എന്ന പ്രോസസ്സർ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. 90 പ്രോ എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 38,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലും സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത നല്ല പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണുകളിൽ വരുന്നുണ്ട്. 2 ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 ഫോണിൻ്റെയും ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. 2 ഫോണുകളുടെയും 16 GB റാമും 256 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. ഈ 2 ഫോണുകളിലും NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ Android 13 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ 2 ഫോണുകളിലും വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകളിലും 200 മെഗാ പിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് ISOCELL HP3യുടെ സെൻസറാണ്. 2 ഫോണുകളിലും 12 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുന്നത് ഹോണർ 90യിൽ മൂന്നാമത് 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 90 പ്രോയിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള 32 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2.5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50x ഹൈബ്രിഡ് സൂമും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സെൻസറിൽ OS എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഫോണുകളുടെയും ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 100 ഡിഗ്രിയാണ്. പിന്നെ 90 പ്രോയിൽ 2 മെഗാ പിക്സൽ ഒരു ഡെപ്ത് സെൻസർ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. 90യിൽ ഈ ഒരു 50 മെഗാ പിക്സലിൻ്റെ സിംഗിൾ സെൽഫി ക്യാമറയെ വരുന്നുള്ളൂ. അപ്പം ഹോണർ 90 പ്രോയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹോണർ 90യിൽ 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. 90 പ്രോയിലോട്ട് വരുമ്പോൾ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 2 ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോണർ 90 എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 29,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ഹോണർ 90 പ്രോ എന്ന സ്മാർട്ട് ഫോൺ 3299 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 38,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇപ്പം അടുത്ത് ഹോണർ അവരുടെ അധികം ഡിവൈസുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തേക്കാം. യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മിക്കവാറും ഈ ഫോണുകൾ എത്തുന്നതായിരിക്കും. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിലും കൂടി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ചാൻസ് വളരെ കുറവാണ്.
എന്തായാലും ഹോണറിൻ്റെ 90 സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസിങ്ങിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിനുള്ളിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഫോണുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.